نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فيا أيها الناس أوصيكم عباد الله بالتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون മുഅ്മിനുകളെ, അല്ലാഹുവിന് തഖ്വ ഉള്ളവരായിരിക്കുവാൻ ഇഹപര ജീവിത വിജയം കരസ്ഥമാക്കുന്നതിന് വേണ്ടി അല്ലാഹുവിൻ്റെ വിധിവിലക്കുകളോട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ചിട്ടപ്പെടുത്തുവാനും ജീവിതത്തിലുടനീളം പരമാവധി അച്ചടക്കം പാലിക്കുവാനും മുസ്ലിമുകളായി ജീവിച്ച് അതേ നിലയിൽ മരണപ്പെടുവാനും ആഗ്രഹിക്കണമെന്നും യത്നിക്കണമെന്നും എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. വളരെ അനുഗ്രഹീതമായ ഒരു സന്ദർഭത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. ഒരു 7.5 അല്ലെങ്കിൽ 8 പതിറ്റാണ്ട് മുൻപ് 79 വർഷങ്ങൾക്ക് മുൻപ് നാം അനുഭവിച്ചിരുന്ന, നമ്മളല്ലാതെ കഴിഞ്ഞു പോന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് സ്വാതന്ത്ര്യം എന്ന വലിയൊരു അഭിവാഞ്ച അത് നിറവേറിയതിന് സാക്ഷികളായ നമ്മുടെ പൂർവികരെ നാം സ്മരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഈ ഓഗസ്റ്റ് 15. നമുക്ക് വേറെ ഒരു ഓർമ്മ കൂടിയുണ്ട്. അന്നാണ് ഇവിടെ വലിയ പ്രളയമുണ്ടായത്. 18 ഓഗസ്റ്റ് 15-നാണ്. അത് വലിയ നിലയിൽ ജനജീവിതത്തെ ബാധിച്ചു, സമ്പത്തുകൾ നശിപ്പിക്കപ്പെട്ടു, ഒരുപാട് സന്നിഗ്ധതകൾ അനുഭവിക്കേണ്ടി വന്നതാണ് ഓഗസ്റ്റ് 15 അന്ന് 2018. അതും നമ്മൾ ഓർക്കേണ്ടതാണ്. അത് നമ്മുടെ ശ്രദ്ധക്കുറവോ പിടിപ്പുകേടോ ഒക്കെയാണ് അതിൻ്റെ പിന്നിലുണ്ടായിരുന്നത്. അത് നമ്മൾ വിശകലനം ചെയ്യുകയല്ല. ഇസ്ലാമിക ജീവിത രീതി അനുസരിച്ച് അംബിയാ മുർസലുകളുടെ മാതൃകയും മാർഗവും അത് രണ്ടുമാണ് നമ്മൾ അവലംബിക്കേണ്ടത്. അവരുടെ മാർഗം എന്നത് അള്ളാഹുവിൻ്റെ റസൂല് മദീനയിൽ എത്തുമ്പോഴാണല്ലോ അത് ആരംഭിക്കുന്നത്. ഒരു രാജ്യവുമായി ബന്ധപ്പെട്ട് മുസ്ലിമുകളുടെ ചുമതലകളെ ബോധ്യപ്പെടുത്തുന്നത് മദീന ജീവിതകാലത്താണ്. ദഫ്തർ മദീന എന്ന പേരിലാണ് അത് അധികവും, സഹീഫത്തു മദീന എന്നൊക്കെ അത് പറയാറുണ്ട്. മദീനയിലെ ഒരു ഭരണഘടന അല്ലെങ്കിൽ ചില വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ മദീന നിവാസികളുടെ ഐക്യത്തെ രൂപപ്പെടുത്തുന്നതിന് അള്ളാഹുവിൻ്റെ റസൂല് മുന്നിട്ടിറങ്ങിയ കാര്യം. അതാണ് ആ മദീനയിൽ വലിയ മാറ്റം വരാൻ കാരണം. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ജാതിയുടെ അടിസ്ഥാനത്തിൽ, ആരാധനകളുടെ അടിസ്ഥാനത്തിൽ, ആചാരങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ വേറിട്ട് നിന്നവരാണ്.
ഓരോ ഗോത്രങ്ങളും ഭിന്ന ചിന്തകൾ വച്ച് പുലർത്തിയവരും അക്രമാസക്തരുമായിരുന്നു എന്നത് ചരിത്രം പഠിപ്പിക്കുന്നു. അപ്പൊ അങ്ങനെ വിഘടിച്ചു നിൽക്കുന്ന ഒരു ജനതയ്ക്ക് നാട്ടിൽ ഒരിക്കലും നിലനിൽപ്പില്ല എന്നതിനപ്പുറം അവർക്ക് ഒരു പുരോഗതിയും രാജ്യത്തിന് സമർപ്പിക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെടുത്തലായിരുന്നു നബിയുടെ ഒരു ദൗത്യം. അതിനുവേണ്ടിയാണ് ഈ സഹീഫ ഉണ്ടാക്കിയത്. അപ്പൊ അതിൽ പരമത വിശ്വാസങ്ങളെ അത് പൂർണ്ണമായ അർത്ഥത്തിൽ ആദരവോടെ കാണാൻ ആ ജനതയെ പഠിപ്പിച്ചു. അത് ക്രൈസ്തവതയെയും യഹൂദ മത വിശ്വാസ ആചാരങ്ങളെയും മജൂസികൾ എന്ന പേരിൽ മൊത്തം അറിയപ്പെടാവുന്ന മറ്റിതര വിഭാഗങ്ങളുടെ വിശ്വാസവും ആചാരവും അതിനെ ബഹുമാനപൂർവം അന്യോന്യം കാണണം. തികഞ്ഞ ഒരാദർശത്തിന് വേണ്ടി നിലകൊള്ളുന്ന മുസ്ലിംകളുടെ ദൗത്യമാണ് ഇപ്പോൾ ഈ പറയുന്നത്. അങ്ങനെ ബോധ്യപ്പെടുത്തി. അങ്ങനെയാണ് 100-ലധികം കാര്യകാരണ സഹിതം ഒരു നാട് എന്ന നിലയിൽ എന്തൊക്കെ വേണോ അതെല്ലാം വിവരിച്ച് എഴുതിയുണ്ടാക്കിയ മദീന ചാപ്റ്റർ എന്ന പേരിലൊക്കെ പിൽക്കാലത്ത് എഴുതപ്പെട്ട സംഭവം. അപ്പോൾ ഞാൻ അതിൻ്റെ വിശദാംശത്തിലേക്ക് പോവല്ല. അപ്പോൾ അതുവഴി അള്ളാഹുവിൻ്റെ റസൂലിന് 2-3 സ്വാതന്ത്ര്യത്തിൻ്റെ സമൂലമായ പരിവർത്തനത്തിന് കളമൊരുക്കാൻ കഴിഞ്ഞു. ഒന്ന്, സാമ്പത്തിക അടിമത്തത്തിൽ നിന്ന് ആ രാജ്യത്തെ രക്ഷപ്പെടുത്തി. അതാണ് അതിലെ ഒന്ന്. സാമ്പത്തിക അടിമത്തത്തിൽ ആ ജനത ഒന്നടങ്കം ഞെരിഞ്ഞമർന്നിരുന്നു. കാരണം പലിശയും കൂട്ടുപലിശയും അതിൻ്റെ മുകളിലുള്ള പലിശയും അതായിരുന്നു അവരുടെ ആ നാട്ടിലെ ഓരോ വിഭാഗത്തിൻ്റെയും പ്രധാനപ്പെട്ട വരുമാന വഴി. വിധേയരായവരാകട്ടെ മദീനാവാസികളും. അപ്പൊ അതിൽ നിന്ന് അവരെ മോചിപ്പിച്ചെടുത്തു. പിന്നീട് നബിയുടെ ഒരു വലിയ പ്രഖ്യാപനമാണ് പലിശ എന്നേക്കുമായി വിഭാടനം ചെയ്യുന്നു, ഇല്ലാതാക്കുന്നു, നമുക്കതുമായി ഇനി യാതൊരു ബന്ധവുമില്ല എന്ന് പറയണമെങ്കിൽ ചെറിയ തൻ്റെ ഇടവും ധൈര്യമൊന്നും പോരാ. ഹജ്ജത്തുൽ വിദാഇ അവിടെ ഞാൻ വിവരിക്കുകയല്ല. 2, മാനുഷികാടിമത്വം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അടിമകളെ മാത്രം വിൽക്കുന്ന മാർക്കറ്റുകൾ ഉണ്ടായി. പ്രത്യേകിച്ച് യുവതികളെ, സ്ത്രീകളെ ആയിരുന്നു അധികവും ആളുകൾ വാങ്ങാൻ താല്പര്യപ്പെട്ടത്. അപ്പോൾ അതുവഴി അവർക്ക് റെൻ്റേ കാർ പോലെയാണ് ആ കാലഘട്ടത്തിൽ സ്ത്രീകളെ ഉപയോഗിച്ചത്. അപ്പോൾ അത് സൂറത്തുൽ ബക്കറയിൽ അള്ളാഹു വിവരിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ വേറെ വായിക്കുക. പിന്നെ യുവാക്കളും തൻ്റെ ഇടമുള്ള ആരോഗ്യമുള്ള ചെറുപ്പക്കാരെയും വിൽക്കുന്ന വാങ്ങുന്ന ഏർപ്പാടുകൾ ഉണ്ടായി. അതാണ് അടിമത്വം. എത്രയോ കാലത്തിന് ശേഷമാണ് അബ്രഹാം ലിങ്കൺ അടിമ വിമോചന നിയമം തന്നെ കൊണ്ടുവരുന്നത് സ്റ്റേറ്റിൽ. പക്ഷെ അള്ളാഹുവിൻ്റെ റസൂൽ ആ പേര് വിളിക്കുന്നത് പോലും തടഞ്ഞു. അങ്ങനെ അവരെ എല്ലാം ഉടമസ്ഥരാക്കി മാറ്റി എന്ന് മാത്രമല്ല, അവരെ പൂർണ്ണമായ മനുഷ്യരാക്കി മാറ്റി. എല്ലാവരുടെയും സമത്വം അവരെ കൊണ്ട് ബോധ്യപ്പെടുത്തി മറ്റുള്ളവരെ അറിയിച്ചു. അവരവരെ ഉൾക്കൊള്ളാൻ സന്നദ്ധമായി. അങ്ങനെ ഓരോരുത്തരുടെയും ഏറ്റവും വലിയ ആത്മമിത്രങ്ങൾ ഈ അടിമകളായി മാറി. അറിവിന് ആ പേരിൽ നിന്ന് മാത്രമല്ല, ജീവിതത്തിൽ തന്നെ മാറ്റങ്ങൾക്ക് വിധേയമായി. റസൂലുള്ളാഹിക്ക് വേണ്ടി ബാങ്ക് വിളിച്ച 5 പേരാണ് ആകെ ഉള്ളത്. അതിലേറ്റവും പ്രമുഖൻ ബിലാൽ റളിയല്ലാഹു അൻഹു ആണ്. എല്ലാവർക്കും അറിയാം, സർവരാലും ആദരിക്കപ്പെടുന്ന നാമം. അദ്ദേഹത്തിന് യാതൊരു പത്രാസും സ്ഥാനവും അധികാരവും ഒന്നുമില്ല. പക്ഷെ ബിലാൽ ഈ ദീനിന്റെ ഘടകമായി മാറി. അദ്ദേഹം മറ്റുള്ളവരെക്കാൾ ഉയർന്ന പദവിയിലേക്ക് വന്നു. അത് സർവ നാട്ടുപ്രമാണിമാരും ഗോത്രവർഗ നേതാക്കളും ഇസ്ലാമിൽ ആദ്യം വന്ന, അങ്ങനെ വലിയ സ്ഥാനമുള്ള അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും അടക്കമുള്ള ഔസ് ഖദ്റജ് ഗോത്രത്തലവന്മാരടക്കമുള്ള ഏതാണ്ട് ഒരു വലിയ ജനാവലി നിൽക്കുമ്പോഴാണ് കഅബയുടെ അരികിൽ നിന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂല് വിളിച്ചത്, അയിന ബിലാൽ, ബിലാൽ എവിടെ? അപ്പൊ അവരിൽ ഈ നിൽക്കുന്നവരിൽ പലരെയും വിളിക്കപ്പെടേണ്ടവരാണ് എന്ന ഉൾധാരണയുള്ളവരാണ് ആ നിൽക്കുന്നവരൊക്കെ. പക്ഷെ നബി ബിലാലിനെ വിളിച്ചു.
ഉയരം കുറഞ്ഞ ആളായതുകൊണ്ട് കഅബയുടെ മുകളിൽ കയറാൻ കഴിയില്ല. കാരണം കഅബയുടെ വാതിൽ തന്നെ ഒരാളുടെ തലയുടെ പൊക്കത്തിന് 6 അടിക്ക് മുകളിലാണ്. അപ്പൊ നബി കുനിഞ്ഞ് തോള് കാണിച്ചു കൊടുത്തു. ബിലാൽ നബിയുടെ തോളിൽ ചവിട്ടി. അതൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സംഭവമാണ്. എന്നിട്ട് നബി നിവർന്നു. അങ്ങനെ പിടിച്ച് കഅബയുടെ മുകളിൽ കയറി. അദ്ദിൻ യാ ബിലാൽ, നീ ഇനി ബാങ്ക് വിളിക്കുക, അല്ലാഹു അക്ബർ. ഇത് ആ നിന്ന ആളുകളുടെ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ജനതയുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയ, അവരെന്തൊക്കെ വച്ചു പുലർത്തിയിരുന്നോ അതെല്ലാം തകർന്ന് തരിപ്പണമാവുക മാത്രമല്ല, മനുഷ്യകുലത്തിന്റെ മുകളിലേക്ക് ഒരടിമയെ അള്ളാഹുവിന്റെ റസൂൽ ഉയർത്തി എന്നർത്ഥം. അതാണ് കഅബയുടെ മുകളിൽ കയറിയത്. അത് ബിലാൽ പിന്നീട് പറയുന്നുണ്ടല്ലോ, എന്നെ ജീവിതത്തിൽ ആരും ആശ്ലേഷിച്ചിട്ടില്ല റസൂലുള്ളാഹി. അതൊക്കെ വലിയ ഹൃദയസ്പൃക്കായ വാക്കുകളാണ്. ജീവിതത്തിൽ എന്നെ വേറെ ആരും ആശ്ലേഷിച്ചിട്ടില്ല റസൂലുള്ളാഹി. ആരും ഇദ്ദേഹം വേർത്ത് വാസനയുള്ള ഈ വെറും ഒരു അടിമയാണല്ലോ, പണിയെടുക്കുന്നയാള്. അദ്ദേഹം നബിയോട് തന്നെ പറയുന്നുണ്ട്, എന്നെ അങ്ങനെ കെട്ടിപ്പിടിക്കരുത്. പക്ഷേ നബി ആഞ്ഞു പിടിക്കുകയാണ് ചെയ്തത്. നമ്മുടെ വിഷയം അതല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് മാനുഷിക അടിമത്തം, സാമ്പത്തിക അടിമത്തം, രാഷ്ട്രീയ അടിമത്വം, മൂന്നാമത്തെ അതാണ്. അതിന് കോട്ടം സംഭവിച്ചപ്പോഴാണ് വലിയ ഗൂഢപ്രവർത്തികളൊക്കെ നടക്കാൻ തുടങ്ങിയത് മദീനയിൽ. ഇപ്പൊ നമ്മുടെ നാട് സ്വാതന്ത്ര്യത്തിലേക്ക് വരുന്നത് രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നു. രാഷ്ട്രീയ അടിമത്തത്തിന് അറുതി വരുത്തി. രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമായി, നമ്മൾ സ്വതന്ത്രരായല്ലോ. പക്ഷെ ഗാന്ധിജി എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. അത് 3 കാര്യങ്ങളാണ് അദ്ദേഹം പിന്നെ പറഞ്ഞത്. നിങ്ങളിപ്പോൾ ഇവിടെ നെളിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളൂ. മദീനയിൽ നബി പറഞ്ഞ വാക്ക് ഇനി പറയുന്നതാണ്. ഇനി 3 ഇനത്തിൽ നിങ്ങളെ അവർ അടിമകളാക്കും ഇനിയും. അതിലൊന്ന് വിദ്യാഭ്യാസമാണ്. അതിൽ കൃത്യമായ അജണ്ടകളുണ്ട്. ഇന്ത്യ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി, ജനാധിപത്യ രാജ്യം, ആ ബോധമുള്ള മനുഷ്യരെ മാനുഷികമായി കാണുകയും അതിന് ഔന്നത്യം നൽകുകയും ചെയ്യുന്ന ഒരു ഭരണഘടനയുള്ള നാട്ടില് ഈ വിദ്യാഭ്യാസത്തിലുള്ള കടന്നുകയറ്റവും അത് കൈപ്പിടിയിൽ ഒതുക്കുന്ന രീതിയും അവര് ലക്ഷ്യം വയ്ക്കുന്ന മാറ്റങ്ങളും വളരെ വലുതാണ്. അതിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ വിദ്യാഭ്യാസത്തിൽ നിങ്ങളെ അടിമകളാക്കുന്നു. 2, ടെക്നോളജിയിൽ നിങ്ങളെ അടിമകളാക്കും. ഇന്ത്യയെ സംബന്ധിച്ച് ടെക്നോളജിയിൽ വലിയ സംഭാവനയൊന്നും ലോകത്തിന് നൽകാൻ കഴിഞ്ഞില്ല. ഈ 7.5 പതിറ്റാണ്ട് പിന്നിട്ടിട്ടു. അവർ ഇപ്പോഴും കടം കൊള്ളാൻ ആഗ്രഹിക്കുന്നവരാണ്. നമുക്ക് ആ വിഷയം മേഖലയിലേക്ക് കൂടുതൽ കടന്നു എന്ന് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം അതാണ് അതിൻ്റെ ഒരു അവസ്ഥ. 3, വിനോദങ്ങളും കളികളുമാണ്. ഞാൻ ഇതിനൊരു മുമ്പ് പറഞ്ഞിരുന്നു. 200 കോടി രൂപ മാർക്കറ്റിൽ ചെലവഴിച്ചിട്ടാണ് ഈ മൊബൈൽ ഫോൺ ആരെങ്കിലും ഒന്ന് വാങ്ങാൻ പുറകെ നടന്ന് ഒന്ന് കെട്ടിയേൽപ്പിച്ചത്. എന്നിട്ട് 70 കൊല്ലം വേണ്ടി വന്നു ഇത് വ്യാപകമാക്കാൻ. ഇന്ത്യയിലുള്ള കാര്യം പറയണേ. 17 കൊല്ലം കൊണ്ട് ആബാലവൃദ്ധം ജനങ്ങളുടെയും ജീവിത ഭാഗമാക്കി മാറ്റി. അതാണ് നെറ്റിന്റെ പ്രവർത്തനം. വാട്സാപ്പും ഇൻസ്റ്റഗ്രാമും വേറെ അങ്ങനെ കുറേ ഉണ്ട്. എല്ലാം ഒന്നും പറയാൻ എനിക്കതറിയില്ല. അത് ആബാലവൃദ്ധം ജനങ്ങളെ 17 കൊല്ലം കൊണ്ട് അടിമകളാക്കി മാറ്റി. 100%. നിങ്ങൾ ഈ ദുർഗപ്രസാദ് ഖത്രി എഴുതിയ ഒരു വലിയ വിശ്വവിഖ്യാതമായൊരു നോവലുണ്ട്. അത് ചമന്ന കൈപ്പത്തിയാണ്. അദ്ദേഹം വേറെയും എഴുതിയിട്ടുണ്ട്, വായിച്ചിട്ടുണ്ടാവും. കേരളത്തിൽ ആദ്യകാലത്ത് പ്രസിദ്ധീകൃതമായതാണ്. വായിച്ചവരുണ്ടാകാം ഇതിനകത്ത്. അതിൽ സമർത്ഥിക്കുന്ന ഒരാശയം നിരന്തരമായി കാണിച്ചുകൊണ്ടിരിക്കുക, നിരന്തരമായി കേൾപ്പിച്ചുകൊണ്ടിരിക്കുക അവൻ്റെ മനസ്സിനെ മാറ്റിയെടുക്കാൻ വളരെ എളുപ്പമാണ്. പിന്നെ അവൻ അതായി വരും, കണ്ടതായി വരും, കേട്ടതായിട്ട് വരും. ഇതാണ് ഇതിനകത്ത് സംഭവിച്ച ടെക്നോളജിയുടെ വളർച്ച, വിനോദങ്ങളുടെ മാറ്റം, കളികളുടേത്.
കളികൾ ഒരു രാജ്യത്തെ പിടിച്ചു കുലുക്കുന്നതായി മാറി. വലിയ വാതുവയ്പ്പുകളും സംഘം ചേരലും വലിയ ശത്രുതയും അതിൻ്റെ പേരിൽ ആക്രമണവും അതിൻ്റെ പേരിൽ നാടുകടത്തലും ഒക്കെ ലോകരാജ്യങ്ങളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അന്ന് ദീർഘവീക്ഷണം ദർശനം നടത്തിയതാണ് മഹാത്മജി എന്ന രാഷ്ട്രപിതാവിൻ്റെ ഈ വാക്കുകൾ. അപ്പൊ രാഷ്ട്രീയ സ്വാതന്ത്ര്യം നേടിയപ്പോൾ അവർ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ മൂന്ന് വശവും നിങ്ങളുടെ ശ്രദ്ധാകേന്ദ്രങ്ങളാകണം. അതിലൂടെ ആരും പ്രവേശിക്കരുത് ഇന്ത്യ എന്ന ഈ മഹാരാജ്യത്തേക്ക്. കാരണം അതിനും മാത്രം അടിമത്തം അനുഭവിച്ചവരാണ്. ഒരു 60% വരുന്ന ആളുകൾ പട്ടിണിയിലും ദാരിദ്ര്യത്തിലുമായി. എന്നാൽ വിഭവശേഷിക്ക് കുറവില്ല. ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നത് ഇന്ത്യക്കാരായ ചിലർ ആലോചിച്ച് ബ്രിട്ടനിൽ ഇരുന്നിട്ടാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എവിടെ ഇരുന്നാലും ഇത് ആലോചിക്കാം. ഇസ്ലാമിക പാഠമാണിത്. അവര് പറഞ്ഞു വിഭവശേഷിയുടെ കുറവൊന്നുമല്ല, അത് കട്ടുകടത്തുകയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് അവര് നമ്മളെ തള്ളിയിട്ടിട്ട് കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നിസ്സഹകരണ പ്രസ്ഥാനം വേണ്ടി വരും. അങ്ങനെ ലോകരാജ്യങ്ങളിൽ 21-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലൊക്കെ പല സാമൂഹ്യ പരിഷ്കർത്താക്കളും നിസ്സഹകരണ പ്രസ്ഥാനം പറഞ്ഞെങ്കിലും അറബികളും മുസ്ലിമീങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളും അത് ഏറ്റെടുത്തില്ല. കാരണം അവർക്ക് ഒരു ദിവസം ജീവിക്കണമെങ്കിൽ ഈ മൾട്ടിനാഷണൽ ലേബലുകളുള്ള കോർപ്പറേറ്റുകളുടെ സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ. കുടിക്കുന്ന വെള്ളം മുതൽ മുകളിലേക്ക് ജ്യൂസ് മുതൽ ഭക്ഷണ സാധനങ്ങൾ വരെ തുടങ്ങി കോസ്മെറ്റിക് ഐറ്റം മുതൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അവരുടേത് മതി. അതുകൊണ്ടാണ് ഗസയുടെ കാര്യമൊക്കെ പരാജയപ്പെടാൻ കാരണം. ഇസ്രായേലിന്റെ മാത്രം മതി എന്ന് ഞങ്ങൾക്ക്, ഞാനത് തുറന്നു പറഞ്ഞാണത്. ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ അതും മതി എന്ന് ഭരണകൂടം ശടിച്ചാൽ എന്ത് ചെയ്യും? അവർക്കാണ് മുൻതൂക്കം, 1-ാം സ്ഥാനം. അവിടെ എല്ലാം കാണാം. ഇസ്ലാമിക ലോകരാജ്യങ്ങളിലെല്ലാം ഏതൊക്കെയാണോ നിങ്ങൾ വർജിക്കണമെന്ന് പറഞ്ഞത് അതൊഴിവാക്കി. അള്ളാഹുവിന്റെ റസൂൽ ആ കാലഘട്ടത്തിൽ ഈ കാര്യത്തിൽ വലിയ ദീർഘദർശനം നടത്തിയ ആളാണ്. ഈ രാഷ്ട്രീയാധികാരം മാത്രമല്ല, മാനുഷിക മോചനം മാത്രമല്ല, സാമ്പത്തിക മോചനം മാത്രമല്ല, അടിമത്തത്തിൽ നിന്ന് അഭിമാന ബോധത്തിന് അതിൻ്റെ സ്വത്വം അവരിലാണെന്ന് വരുത്തി തീർക്കണമല്ലോ. അവരെ ബോധ്യപ്പെടുത്തണ്ടേ ഈ മദീനാവാസികളുടേതാണത്. അങ്ങനെ ഒരു സംസ്കൃതിക്ക് രൂപം നൽകി. ആ സംസ്കൃതി സങ്കര സംസ്കൃതിയാണ്. ഇസ്ലാമും ക്രൈസ്തവതയും യഹൂദമതവും മറ്റെല്ലാ മതസംഹിതകളും ചേർന്നതായിരുന്നു. അത് വിശുദ്ധ ഖുർആനിലെ ഒരു പ്രഖ്യാപനം തന്നെയുണ്ട്. ലക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങളുടെ മതസംഹിത നിങ്ങൾക്കും എൻ്റേത് എനിക്കുമാണ്. അപ്പൊ അതുകൊണ്ട് അതിൻ്റെ പേരിൽ വലിയ ഏറ്റുമുട്ടലൊന്നും വേണ്ട. മതത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് ജീവിക്കുന്നവരെ ഭിന്നിപ്പിക്കുക എന്നത് ബ്രിട്ടീഷുകാരുടെ ഏറ്റവും വലിയ നയമാണ്. ഞാനത് വിവരിക്കണ്ട. അതിൽ അടിമപ്പെട്ടു പോയവരാണ് നമ്മൾ. അങ്ങനെയാണ് ഇന്ത്യ വിഭജിക്കപ്പെടേണ്ടി വന്നത്. ഏതാണ്ട് 935, 44, 45 കാലയളവ് വരെയും ഗാന്ധി ജിന്നയ്ക്ക് അയച്ചതും ജിന്ന ഗാന്ധിക്ക് അയച്ചതുമായ കത്തുകളുണ്ട്. അതാണ് വായിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ. എന്താ ഇതിന്റെ കാരണമെന്ന്, എന്തുകൊണ്ടാണ് നമ്മളുടെ വീട് പങ്കുവയ്ക്കേണ്ടി വന്നത്, അതിൻ്റെ പേരിൽ രക്തസാക്ഷികളാകേണ്ടി വന്നത് ആരൊക്കെയാണ്, അതൊക്കെ വലിയ പാഠമാണത്. പക്ഷെ അത് നമുക്ക് ലോക വിപണിയിലോ കേരളത്തിന്റെ മാർക്കറ്റിലോ അങ്ങനെ ഒരു പുസ്തകം ആരും പറയാറുമില്ല, വാങ്ങാറുമില്ല, വായിക്കാറുമില്ല. ഇപ്പോഴും 28 ലക്ഷം യുവതികൾ താലിബാൻ ഇസ്ലാമിക ഭരണമെന്നാണ് പറയണത്. എന്ത് ഇസ്ലാമാണെന്ന് എനിക്കറിയില്ല. അവരുടെ നിഷേധം വഴി സ്കൂളുകളിൽ പോകാൻ കഴിയാതെയായി ഈ കൊല്ലം. 28 ലക്ഷം പെൺകുട്ടികൾ എഴുത്തും വായനയും പഠിക്കരുതെന്ന് മീഞ്ചന്ത പ്രമേയത്തിൽ കേരളത്തിലെ പണ്ഡിത സഭയായ സമസ്തയുടെ കേരള ജമിയത്തുലമയുടെ യോഗത്തിൽ തീരുമാനിച്ചു. അന്ന് കയ്യെഴുത്ത് പഠിപ്പിക്കരുതെന്ന്, എഴുത്തും വായനയും പഠിപ്പിക്കരുത്. ഇപ്പൊ 21-ാം നൂറ്റാണ്ടിലും താലിബാന്റെ ഭരണമാണ് അവിടെ ഉള്ളത്. അവരുടെ കർശന നിലപാടാണത്. അപ്പൊ പെൺകുട്ടികൾ പഠിക്കാൻ പാടില്ല, അവരൊരു കാരണവശാലും വിദ്യ അഭ്യസിച്ചുകൂടാ.
എന്നിടത്തേക്കായി. അങ്ങനെ വന്നാൽ എന്തുണ്ടാവും? ഒരു മനുഷ്യവംശത്തിൻ്റെ പകുതി അവർക്ക് വിധേയപ്പെട്ട് ജീവിക്കും. കാരണം ഒന്നും അറിയില്ലല്ലോ, ഒന്നും അറിയാത്തവരായി ജീവിക്കുമെന്ന്. കേരളത്തിൻ്റെ ഒരു മഹാകവികളിൽപ്പെട്ട ഒരാള് 2 വരികളിൽ ഈ കാര്യം ബോധ്യപ്പെടുത്തി. ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ അജ്ഞതയെക്കുറിച്ചാണത്. ഇന്നലെയും എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല. അപ്പോൾ ഒരിക്കലും ഒന്നും അറിയില്ല. ഞങ്ങൾ നിങ്ങളുടെ പിന്നാലെ ജീവിക്കും. അപ്പം ഇതാണ് വിശുദ്ധ ഖുർആനില് അംബിയാ മുർസലികളുടെ, ഞാൻ പറഞ്ഞല്ലോ, ഒരു മാതൃക. മഹാനായ ഇബ്രാഹിം നബിയാണ് ശേഷം വന്ന എല്ലാ അംബിയാക്കളുടെയും ഇമാമ്. അദ്ദേഹത്തിന്റെ ചര്യ പിന്തുടരണമെന്ന് ഖുർആൻ എല്ലാ നബിമാരെയും പിന്നീട് കൽപ്പിച്ചു. അവരോട് കൽപ്പിച്ചത് അങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ ചര്യ എന്താ? അദ്ദേഹം പറഞ്ഞത് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന വജുനുബിനി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. അത് മാത്രം പറയാൻ 2 മണിക്കൂറെങ്കിലും വേണം. ഇബ്രാഹിം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. അദ്ദേഹത്തിന്റെ സന്ദേശം ഇതാണ്: എൻ്റെ നാട് സ്വസ്ഥവും സമാധാനവും സ്വച്ഛന്തവുമായ ഒരു രാജ്യമായി മാറണം, നിർഭയ രാജ്യമാകണം. അപ്പൊ എല്ലാവർക്കും ഭയമില്ലാതെ ജീവിക്കാൻ കഴിയണം. അപ്പൊ അതിനു മുൻപ്, ഈ വാക്ക് പറയുന്നതിന് മുമ്പ് ആ നാട് എന്തായിരുന്നു എന്നതാണ് ജാഹിലിയ കാലം എന്ന് പറയുന്നത്. അതാണ് ഇപ്പൊ നമ്മുടെ ലോകത്തും രാജ്യത്തും നടക്കുന്നത്. എവിടെയും എങ്ങോട്ട് തിരിഞ്ഞാലും ഭയപ്പാടാണ്. അപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ ഈ പ്രവാചകന്റെ പ്രാർത്ഥന: എൻ്റെ നാട് നിർഭയ കേന്ദ്രമാകണം, രാജ്യമാകണം. എൻ്റെ നാട് മുഴുവൻ, അല്ലാണ്ട് ഏതെങ്കിലും ഒരു സമുദായമോ ഏതെങ്കിലും ഒരു പാർട്ടിയോ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ആരാധനാലയോ അല്ല. എൻ്റെ നാട് നിർഭയ രാജ്യമാകണം. ഒപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥന ഉണ്ട്: എന്നെയും എൻ്റെ മക്കളെയും. അപ്പൊ എൻ്റെ തലമുറകളെ, ഇസ്ലാമിക തലമുറകളെ കുറിച്ചാണ്. വിഗ്രഹാരാധനയിൽ നിന്ന്, അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, അനാചാരങ്ങളിൽ നിന്ന് മോചിപ്പിക്കണം. ഇന്ത്യക്ക് 14-ാം തീയതി ഇന്ന് സ്വാതന്ത്ര്യം കിട്ടിയതാണ്. അപ്പൊ ഇന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ പറ്റില്ല. ഈ ഗണിതം ഇത് വച്ച് ഗണിച്ചു നോക്കിയപ്പോൾ നല്ല കാലമല്ല എന്ന് പറഞ്ഞു. സ്വാതന്ത്ര്യം അത് പറയാൻ നല്ല കാലമല്ല. ഇപ്പോഴും മഹാഭൂരിപക്ഷം വരുന്ന മതവിശ്വാസികളടക്കം, വിവിധ തരം മതവിശ്വാസികൾ, എല്ലാവരും ഈ പിടുത്തത്തിന് കീഴിലാണ്, അന്ധവിശ്വാസത്തിന്. അതുകൊണ്ട് നല്ല സമയം നോക്കി വേണം പ്രഖ്യാപിക്കാൻ. അതുകൊണ്ടാണ് ആഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത്. 14-ന് അർദ്ധരാത്രി കഴിയണം. അതിനെ പ്രതിപാദിച്ച ഒരു വലിയ പുസ്തകം തന്നെയാണ് സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ. നിങ്ങൾ വായിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാവും. ഉണ്ടാകാൻ സാധ്യത കുറവാണ്. എന്നാലും ഞാനിങ്ങനെ ആഗ്രഹിക്കാൻ ഉണ്ടായെങ്കിലോ, മുസ്ലിമുകളല്ലേ നമ്മൾ. സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ. അംബിയാ മുർസലികളുടെ ആഗ്രഹം അവരുടെ നാട് നിർഭയമായിരിക്കണം, അന്ധവിശ്വാസത്തിൽ നിന്ന് മുക്തമാകണം, അനാചാരങ്ങൾ ഒഴിവാക്കണം. അത്രയും ആയാൽ തന്നെ വാശിയും വൈരാഗ്യവും ഒഴിവായി കിട്ടും. ഒരു കുട്ടിക്ക് സൈക്കിൾ മേടിച്ചു കൊടുത്തതുപോലെ. അപ്പൊ അവരൊരു PP കണ്ടപ്പോൾ അത് വേണമെന്ന് പറഞ്ഞു, അത് മേടിച്ചു വെച്ചു. ബെല്ല് വേണമെന്ന് പറഞ്ഞു, അത് മേടിച്ചു വെച്ചു. അതിൻ്റെ ടയറിൻ്റെ ഇടയിലെല്ലാം പൂക്കൾ വയ്ക്കണമെന്ന് പറഞ്ഞു, അത് വെച്ചു. പിന്നെ മുത്ത് പിടിപ്പിക്കണമെന്ന് പറഞ്ഞു, അത് വെച്ചു. തൂങ്ങിക്കിടക്കുന്ന തൊങ്ങണം ഇങ്ങനെ തൂക്കിയിടണം. അങ്ങനെ സർവ്വ ഹാൻഡിലും സർവ്വ സ്ഥലത്തും ഇത് പിടിപ്പിച്ചു. അത് ചവിട്ടിപ്പോയപ്പോൾ ആ സൈക്കിളും മറിഞ്ഞു. അപ്പൊ കുട്ടി വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി: മോനെ, സൈക്കിളിനൊന്നും പറ്റിയിട്ടില്ല, പിന്നെ നീ എന്തിനാ കരയണത്? അപ്പൊ അവന് സങ്കടവും കരച്ചിലും എന്താന്ന് വെച്ചാൽ ഈ അഡീഷണൽ ഫിറ്റ് ചെയ്ത സാധനങ്ങൾക്ക് പോറൽ പറ്റി എന്നതാണ്. ഇതാണ് ഇന്നത്തെ ഇന്ത്യയിലെ മതം. എളുപ്പം മനസ്സിലാക്കാൻ പറഞ്ഞാണ്. അവർക്ക് അവരുടെ അനാചാരത്തെ ആരെങ്കിലും ഒന്ന് മിണ്ടിയാൽ മതി, നാടില്ലാണ്ടാവും. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് ഒരു കോടതിയുടെ ഇടപെടൽ മൂലമാണ് തമിഴ്നാട് തുടങ്ങി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കുട്ടികൾക്കെല്ലാം ഉച്ചഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഉച്ചഭക്ഷണം പാകം ചെയ്ത ഒരു പാത്രത്തിൽ ഒരു സാധുവായൊരു കുട്ടി ചെന്ന് തൊട്ടു. അതിൻ്റെ പേരിൽ അവൻ ആക്രമിക്കപ്പെട്ടു. ഇന്ത്യ രാജ്യത്താട്ടോ, നമ്മുടെ നാട്ടിലെ ഈ പറയണത്. കാരണം അവൻ താഴ്ന്ന ജാതിക്കാരനാണ്. ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പാടില്ല. മേൽജാതിക്കാർ കുട്ടികളെല്ലാം കഴിച്ചു പോയിട്ട് വേണം. അവരെടുക്കുന്ന ടാപ്പിൽ നിന്ന് പോലും തൊടാൻ പാടില്ല. ബഷീറിന്റെ സാഹിത്യത്തിൽ
അദ്ദേഹത്തിന്റെ സഞ്ചാരത്തിൽ കണ്ട അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹിന്ദു പാനി, മുസ്ലിം പാനി. റെയിൽവേ സ്റ്റേഷനിൽ മുഴുവൻ വച്ചിരുന്ന കുടിവെള്ളത്തിന്റെ മുകളിൽ ഒട്ടിച്ചിരുന്ന ലേബലിനെ കുറിച്ചാണ് ഈ പറഞ്ഞത്. നമ്മൾ എന്ത് സ്വാതന്ത്ര്യം എങ്ങോട്ടാ നേടിയത്? ഞാൻ മനുഷ്യനാവുക എന്നതാണല്ലോ അതിന്റെ അടിസ്ഥാനം. അബുൽ കലാം ആസാദ് ഖുർആന് തർജുമ എഴുതിയ ആളാണ്. തർജുമാനുൽ ഖുർആൻ മൗലാന അബുൽ കലാം ആസാദ്. അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, അത് വളരെ അർത്ഥവത്താണ്. ഞാനൊരു മനുഷ്യനാണ്, മനുഷ്യനായതുകൊണ്ടാണ് എനിക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് ഞാൻ മനസ്സിലാക്കിയത്. മനുഷ്യനാക്കിയെടുക്കുക എല്ലാവരെയും. കേരളം കണ്ട ഏറ്റവും വലിയൊരു മഹാകവിയായിരുന്നു ഉബൈദ്. മുസ്ലിമീങ്ങൾക്ക് പോലും അറിയില്ല കേട്ടോ അദ്ദേഹം മഹാകവിയാണോ. കാരണം നമ്മളിങ്ങനെ വേറെ കുറെ ആൾക്കാരെ മഹാകവിയാന്നും പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് നടക്കുകയാണ്. അതൊന്നും എനിക്കറിയില്ല. അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന് ആമുഖം എഴുതിയപ്പോൾ 2 വരികൾ അതിനകത്ത് എഴുതി. അത് അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യക്കാരെ മനുഷ്യനാക്കാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ കവിതയുടെ എല്ലാം പ്രാധാന്യം. അങ്ങനെ പലതും. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന ഒരു നാട് സ്വച്ഛന്തമാകണം, നിർഭയമാകണം, എല്ലാ മനുഷ്യരും പാരസ്പര്യതയിൽ കഴിയണം, അന്ധവിശ്വാസങ്ങൾ ഒഴിവാകണം. ഒത്തീനി വസ്സൈത്തൂൻ, അത് ആദ്യം തന്നെ കുറെ കാർഷിക വിളകളെ എടുത്ത് പറഞ്ഞിട്ടാണ്. ഇന്ത്യ ഒരു കർഷക രാജ്യമായിരുന്നു, ഇപ്പോഴും അങ്ങനെയാണെന്നാണ് എൻ്റെ വിചാരം. കാരണം 70% പേരും കൃഷിപ്പണിക്കാരാണ്. അവർക്ക് എന്താ കിട്ടുക എനിക്ക് അറിയില്ല, അവർക്ക് എന്തെങ്കിലും കിട്ടണ്ടോന്നും അറിയില്ല. കാരണം കാർഷിക രംഗം എല്ലാം നമ്മൾ മൊത്തം തീരെഴുതി കൊടുത്തല്ലോ, വിത്ത് വരെ. ആകെ ഉണ്ടായത് വഴുതനയുടെ വിത്തായിരുന്നു നമ്മുടെ പേറ്റന്റ് ഉണ്ടായത് ഇന്ത്യക്ക്. ഈ ഭാരതത്തിന് 70% കർഷകരുള്ള ഈ രാജ്യത്ത്, അതിനകത്ത് എല്ലാ ജാതി മതവും ഉണ്ട്, ഒരു വിത്തെങ്കിലും അവനവൻ്റെതായി സൂക്ഷിച്ചുകൂടായിരുന്നു. അവസാനം ഉണ്ടായത് അതാണ്, അതും പേറ്റന്റ് അവർക്ക് കൊടുത്തു. പക്ഷെ ഖുർആൻ ഇവിടെ സത്യം ചെയ്യുന്നൊരു വാചകമുണ്ട്, കേൾക്കാൻ ഭംഗിയുള്ളൊരു സൂറത്ത് മാത്രം എന്ന നിലയിലല്ല കാണേണ്ടത്. അത് വത്തീനി വസ്സൈത്തൂൻ, അത്തിമരം, സൈത്തൂൻ മരം, വത്തൂരി സീനീൻ, പർവ്വതങ്ങൾ. അപ്പൊ പ്രകൃതി എല്ലാം വന്നിട്ടോ, എല്ലാ കാര്യങ്ങളും വന്നു. സസ്യങ്ങൾ വന്നു, വിളകൾ വന്നു, വനങ്ങൾ വന്നു, വൃക്ഷങ്ങൾ വന്നു, അങ്ങനെ പലതും. അതൊക്കെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ സയ്യിദ് ഖുത്ബിനെ പോലുള്ളവർ എഴുതിയ ഫീദിലാൽ ഖുർആനിന്റെ വിശദീകരണം നോക്കണം. അപ്പോഴാണ് ഇതിന്റെ ഗൗരവം മനസ്സിലാവും. പക്ഷെ നമുക്കത് പാടില്ലല്ലോ, അത് ഇഖ്വാനുൽ മുസ്ലിമീനായി പോയില്ലേ. കേരളത്തിൽ അറിയപ്പെടുന്ന എല്ലാ മുജാഹിദ് സലഫി ആളുകളും പറയുന്നത് അവനെ വായിക്കരുതെന്നാണ്. എനിക്കറിഞ്ഞുകൂടാ എന്താന്ന്. വത്തീനി വസ്സൈത്തൂൻ വതൂരി സീനീൻ, എന്നിട്ട് സത്യം ചെയ്തൊരു വാചകമുണ്ട്, വഹാദൽ ബലദിൽ അമീൻ, വിശ്വസ്തമായ ഈ നാട്. ഷുഐബിനോട് മൂസ അലൈഹിസ്സലാം ഇസ്രായേലിനെയും കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച് ചെങ്കടലുകൾ പിളർന്നു. ഇതൊക്കെ നമ്മൾ വായിക്കുകയാണ്. പക്ഷേ ഒരാളെ കൊന്നതിൻ്റെ പേരിൽ ആക്രമിക്കപ്പെടുവോ പിടിക്കപ്പെടുവോ എന്ന് ഭയപ്പെട്ടിട്ട് രക്ഷപ്പെട്ട് ഓടിച്ചെല്ലുന്നത് മദിയനിലാണ്. അവിടെ ഷുഐബ് എന്ന ഒരാളുണ്ടായിരുന്നു, അത് അലൈഹിസ്സലാം, ഒരു നബിയാണ്. അങ്ങനെ അവിടെ വന്നു. അപ്പൊ ഷുഐബ് നബി അലൈഹിസ്സലാമിന്റെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞു, ഇനി നിങ്ങൾ ഭയപ്പെടണ്ട, ഇത് അവരുടെ ഒന്നും ആധിപത്യത്തിലുള്ള നാടല്ല, ഇത് നമ്മുടെ നാടാണ്, സ്വസ്ഥമായിട്ട് ഇവിടെ ജീവിക്കാം, എന്തെങ്കിലും പണിയെടുത്ത് ജീവിക്കണം. അത് എന്ത് പണിയെടുക്കാം? ആടിനെ മേയിച്ചാൽ മതി. ഏറ്റവും വലിയൊരു കാലി വ്യവസായമാണത്, കൃഷിയാണത്, വലിയ വരുമാനമാണ്. ആ കാലി വളർത്തിയിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. വലിയ സമ്പന്നനായിരുന്നു ഷുഐബ് നബി അലൈഹിസ്സലാം. 8 കൊല്ലം എൻ്റെ ആടിനെ മേയ്ക്കുക, 2 കൊല്ലം കൂടി കൂട്ടിയാൽ നല്ലത്. അപ്പൊ നീ കേവലം ഒരു ഒരാൾ, ഒരു പണിക്കാരൻ എന്ന നിലയിൽ നിൽക്കണ്ട, എൻ്റെ മോളെ വിവാഹം കഴിച്ചു തരും. അപ്പൊ നീ വീട്ടിലൊരു അംഗമാവും. അങ്ങനെ മൂസ അലൈഹിസ്സലാം 10 കൊല്ലം പണിയെടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇത് വിശ്വസ്തമായ നാട്, നിർഭയമായ നാടാണ്, പേടിക്കേണ്ട. മൂസ അലൈഹിസ്സലാം രക്ഷപ്പെടുന്നത് അവിടെ നിന്നാണ്. പിന്നീടാണ് അദ്ദേഹത്തിന് തൗറാത്തൊക്കെ കിട്ടുന്നത്. അങ്ങനെ അങ്ങോട്ട് പോകുന്നു. വഹാദൽ ബലദിൽ അമീൻ, ഈ വിശ്വസ്തമായ നാട്, അള്ളാഹുവിന്റെ റസൂല് പടുത്തുയർത്തിയ
നബി സ്ഥാപിച്ച ഒരു വലിയ വിസ്തൃതമായ ഒരു നാടിനെ സംബന്ധിച്ചാണ് ഖുർആൻ സത്യം ചെയ്തത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നംല്, ഇന്നമാ ഉമിർതു അൻ അഅ്ബുദ റബ്ബ ഹാദിഹിൽ ബൽദത്തില്ലദീ ഹറമഹാ വലഹു കുല്ലു ഷൈഇൻ വ ഉമിർതു അൻ അകൂന മിനൽ മുസ്ലിമീൻ. ഖുർആനിലെ ഒരു പ്രസ്താവനയാണ്. ഞാൻ കൽപ്പിക്കപ്പെട്ടത് ഒരുപാട് നിബന്ധനകൾക്ക് അടിസ്ഥാനപ്പെടുത്തി. ഇപ്പൊ നമ്മുടെ ഭരണഘടന തന്നെ നൽകുന്ന കുറെ നിബന്ധനകളുണ്ട്. മനുഷ്യരുടെ ഇടയിൽ വിവേചനം പാടില്ല, അക്രമം പാടില്ല, അതിക്രമം പാടില്ല, പിടിച്ചുപറി പാടില്ല, കോഴ പാടില്ല, കൈക്കൂലി പാടില്ല, സ്വജന പക്ഷപാതിത്വം കാണിക്കരുത്, വർഗീയത ഉണ്ടാകരുത്, ചേരിതിരിവ് ഉണ്ടാകരുത്, താഴ്ന്നവർ ഉയർന്നവർ എന്ന വ്യത്യാസം വരരുത്. അങ്ങനെ 100 കണക്കിന്. നിങ്ങൾ IPCയുടെ മുഖവുരി അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. അപ്പൊ ഇന്ത്യ എന്താണെന്ന് മനസ്സിലാക്കാനാണ് ഈ പറഞ്ഞത്. നിയമവ്യവസ്ഥയിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടേണ്ടത് ഭരണഘടനാ ശില്പികളെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചുമാണ്. കാരണം ഒരു ജനത ജീവിക്കണമെങ്കിൽ എന്തൊക്കെ വേണം? ഒരു ആസ്ഥാനം വേണം, ഭാഷ വേണം, ഭരണഘടന വേണം. മുസ്ലിം ലോകത്തെ സംബന്ധിച്ച് അവരുടെ ആസ്ഥാനം മക്കയാണ്, കഅബയാണ്. പക്ഷെ തീവ്ര എന്താ അതിന് പറയുക, നവോത്ഥാനം എന്ന് പറയുന്ന ചന്ദ്രന്റെ കണക്ക് നോക്കണ ആൾക്കാർ പറഞ്ഞാൽ ഞങ്ങൾ കഅബ അംഗീകരിക്കില്ല എന്നാണ്. ഞങ്ങൾക്കതായിട്ട് ബന്ധമൊന്നുമില്ല, ഞങ്ങൾ ദിവസം നിശ്ചയിക്കും, നിങ്ങൾ അംഗീകരിച്ചോളണം. വളരെ എളുപ്പമാണ് നമ്മുടെ ഒരു ആസ്ഥാന മന്ദിരം. ഭാഷ എളുപ്പമാണ്. നേതാവ് അള്ളാഹുവിൻ്റെ റസൂൽ. അത് നബി തന്നെ പറഞ്ഞല്ലോ, നിങ്ങളിത് എന്നെ പിന്തുടർന്നാൽ നിങ്ങൾക്ക് ലോകത്തൊരിക്കലും പരാജയം ഉണ്ടാവില്ല, വ്യതിചലിച്ചു പോവില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചതാണ്. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അപ്പൊ നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ പവിത്രമാക്കപ്പെട്ട ഒരു നാടാണിത്. നിബന്ധനകളാണ് അതിന്റെ കാരണം. ആ മരം മുറിക്കരുത്, ഈ മരം വെട്ടാൻ പാടില്ല, ഇവിടെ മലയിടിക്കാൻ പാടില്ല, പരിസ്ഥിതിക്ക് ആഘാതം ഉണ്ടാക്കരുത്, അങ്ങനെ തുടങ്ങി സസ്യാദികൾ മുതൽ. ഒരു വേവലാതിപ്പെടുന്നത് എവിടെയാണെന്നറിയോ? ചില ഇനം പറവകളുടെ ഇനം പോലും ഇപ്പൊ കാണാതെ വരുമ്പോൾ ഉറങ്ങാൻ കഴിയാത്ത മനുഷ്യസ്നേഹികളെ നമ്മൾ ലോകത്ത് കാണുന്നു. പറവ ബട്ടർഫ്ലൈ കാണുന്നില്ല, അതിൻ്റെ ഇനം വംശം നിന്നുപോയി. ചില ജീവവർഗങ്ങൾ, കടലിൻ്റെ അടിത്തട്ടിൽ മാത്രം വളരുന്ന ചില ഇനം മത്സ്യങ്ങളുടെ ഇനം നഷ്ടപ്പെട്ടു എന്ന്. മനുഷ്യരാശി നിത്യേന കൊന്നുകൊണ്ടിരിക്കുകയാണ്, സർവത്തെയും മനുഷ്യരെയും. അപ്പോൾ സ്വാതന്ത്ര്യം എന്നതിനെ സംബന്ധിച്ച് നാം ആലോചിക്കുമ്പോൾ അതിൻ്റെ ഒരു ആമുഖത്തിലെ 2-3 വാക്കുകളാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത്. നാളെ അതിൻ്റെ സ്വാതന്ത്ര്യ ദിനമാണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രതീകം നമ്മുടെ ത്രിവർണ പതാകയാണ്. അതെല്ലാം കെടുത്തിക്കളയും. നിങ്ങളുടെ ദേശീയ ഗാനം വേണോ, ദേശീയ ഗീതം വേണോ? എത്ര കൊല്ലം മുമ്പ് ആലോചിച്ചതാണോ നിങ്ങൾ ധരിച്ചത്? ഇത് ഇന്നോ ഇന്നലെ ഏതെങ്കിലും ഒരു ഭരണകൂടം വന്നപ്പോൾ ഉണ്ടായതല്ല ഇതൊന്നും. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതൊക്കെ വിദേശത്തിരുന്നാണ് നിയന്ത്രണം വരുന്നത്. നിങ്ങളെ അടിമകളാക്കുന്നത്. നിങ്ങൾ ഇനി ഇതിനകത്ത് തല്ലിപിടിച്ച് ബഹളം ഉണ്ടാക്കി നിങ്ങൾ ചേരി തിരിഞ്ഞ് വലിയ കലുഷിതത്വം നിറഞ്ഞൊരവസ്ഥയിലേക്ക് മാറും നാട്. അതൊരു വലിയ ദീർഘവീക്ഷണ ആലോചനയാണ്. അപ്പൊ സ്വാതന്ത്ര്യം എന്നത് നമ്മുടെ ദേശീയ പതാക നമ്മളെ പ്രതിദാനം ചെയ്യുന്നു. നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ വിശ്വാസത്തെ, ഐക്യത്തെ, ജീവിതത്തെ, മുഴുവൻ പൗരന്മാരെയും ഉൾക്കൊള്ളുന്നു. അതിനൊരുപാട് ഇതുണ്ട്. എന്തിനധികം സ്വാതന്ത്ര്യത്തിൽ പങ്കെടുത്ത ആളുകളുടെ പേര് വിവരം ഇന്ത്യ ഗേറ്റിലുണ്ട്. നിങ്ങൾ ഡൽഹിയിലൊക്കെ പോകുമ്പോൾ ഒന്ന് വായിക്കണോട്ടോ. അത് വായിക്കണേ 2 ദിവസം വേണം. കാരണം 95,300 പേരുകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യത്തിൽ പങ്കെടുത്ത്. ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. അമ്പ്യാക്കളുടെ മാർഗം പിന്തുടരുന്ന മുസ്ലിമീങ്ങളുടെ ഇസ്ലാമിക ഈമാനിക ആവേശം മനസ്സിലാകാനാണ് ഈ പറഞ്ഞത്. 61,395 പേർ മുസ്ലിമുകളായിരുന്നു അതിൽ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ മുസ്ലിമുകളോടാണ് നിങ്ങൾക്ക് രാജ്യസ്നേഹമുണ്ടോ, കൂറുണ്ടോ, നിങ്ങൾ പാകിസ്ഥാന്റെ ആളുകളല്ലേ എന്നൊക്കെ ചോദിച്ചാൽ നമ്മളിങ്ങനെ ആലോചിക്കുക, അങ്ങനെ ആണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതൊരു ചില്ലറ കാര്യമല്ല. ഇത് ഈമാനിന്റെയും ഇസ്ലാമിന്റെയും ജീവിത അടിത്തറയിൽ നിന്നുകൊണ്ട് നബിമാരുടെ മാർഗമാണ്. അതുകൊണ്ടാണല്ലോ സലഫി പ്രസ്ഥാനം അന്ന് വഹാബി മൂവ്മെന്റ് ആണ്, അല്ലെ സലഫി മൂവ്മെന്റ് ആണ് ഇന്ത്യ രാജ്യം മുഴുവൻ. 5 ലക്ഷം പേരാണ് ജീവഹാനി ചെയ്തത് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി. ഉത്തരേന്ത്യ
ഇത് ഈ പേരെഴുതി വെച്ചതിലും 95,000-ൽ 61,395 മുസ്ലിം പേരുകളാണ്. അള്ളാഹു ഒരു ജനതയുടെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും അവരുടെ സ്വാതന്ത്ര്യത്തിനും വേണ്ടി രംഗപ്രവേശം ചെയ്തു എന്ന് മാത്രമല്ല, സർവവും നഷ്ടപ്പെടുത്തി എല്ലാം കളഞ്ഞു. വക്കം മൗലവി, MCC സഹോദരന്മാർ, KM മൗലവി, കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി, അങ്ങനെ ഓരോന്ന് എടുത്തു നോക്കുക. സീതി സാഹിബ്, ഷേറെ മലബാർ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, ഈ മൊയ്ദ് മൗലവിയുടെ വളരെ പ്രസിദ്ധമായൊരു പുസ്തകമുണ്ട്. അത് ഇന്ത്യൻ മുസ്ലിമീങ്ങളും സ്വാതന്ത്ര്യ ദിനത്തിൽ അവരുടെ പങ്കാളിത്തവും. ഈ കാലഘട്ടത്തിൽ വായിക്കേണ്ട ഒരു പുസ്തകമാണ്. കേരളം ദക്ഷിണേന്ത്യയെ കുറിച്ചാണത്. അതങ്ങനെ പലതും ഞാനങ്ങനെ പറഞ്ഞാൽ പറഞ്ഞു പോകും. അള്ളാഹു നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ.